നമസ്കാരം. 1887 നിർമ്മാണം ആരംഭിച്ച് 1987, അതായത് കൃത്യം ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ റാലി കമ്പനി റാലി അല്ലാതാവുന്നു. അതായത് ഇംഗ്ലീഷ് ഓണർഷിപ്പിൽ നിന്ന് മാറി ജർമ്മൻ പ്രൊപ്പറേറ്റർഷിപ്പിലേക്ക് പോകുന്നു. വീണ്ടും 4 നൂറ്റാണ്ട് കഴിയുമ്പോൾ, അതായത് 2012 ഡച്ച് ഓണർഷിപ്പിലേക്ക് മാറുന്നു. ആദ്യമായി ടി എ റാലി ഗ്രൂപ്പിനെ ഏറ്റെടുത്ത ഡർബി സൈക്കിൾസിൻ്റെ ഒരു ഭാഗം ഡച്ച് കമ്പനിയായ പൊൻ ഹോൾഡിങ്സും റാലി അടങ്ങുന്ന മറ്റൊരു ഭാഗം ഡച്ച് കമ്പനി തന്നെയായ ആക്സൽ ഗ്രൂപ്പും ഏറ്റെടുക്കുന്നു. ഇനി നെതർലാൻഡ്സിലെ സൈക്കിൾ വിശേഷങ്ങൾ. ലോകത്തിൻ്റെ സൈക്കിൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നെതർലാൻഡ്സ്, സൈക്ലിംഗ് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ നെതർലാൻഡ്സ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ തന്നെ നെതർലാൻഡ്സിലും സൈക്ലിംഗ് എല്ലാം ആരംഭിക്കുന്നു. ആദ്യമൊക്കെ UK നിന്ന് ഇറക്കുമതി ചെയ്ത സൈക്കിളുകളായിരുന്നു. റാലി പോലുള്ള പല സൈക്കിൾസും, റാലി, ഹമ്പർ, അങ്ങനെ പല സൈക്കിൾസും അവർ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ അത് വലിയ പണക്കാർക്കുള്ള ഒരു ആർഭാടം എന്നുള്ള നിലയിലായിരുന്നു സൈക്ലിംഗ്. കാരണം ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിലയിലായിരുന്നില്ല അവിടെ കിട്ടിയിരുന്നത്. 1887 സൈക്കിളുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് ആരംഭിച്ച ഒരു കമ്പനി സിംപ്ലക്സ് 1897 സൈക്കിൾ നിർമ്മാണത്തിലേക്ക് കിടക്കുന്നു. സൈക്കിൾസ് നെതർലാൻഡ്സിൽ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് സിംപ്ലക്സ് എന്ന കമ്പനിയാണ്. അതുവരെല്ലാം ഇറക്കുമതി മാത്രം. അതോടെ സൈക്കിളിൻ്റെ വില കുറയുന്നു, അതിൻ്റെ ജനപ്രീതി കൂടുന്നു, കൂടുതൽ ആൾക്കാർ സൈക്കിൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ സൈക്കിളിൻ്റെ പ്രചാരം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് നെതർലാൻഡ്സിൽ. അത് ഏകദേശം ഒരു 2ാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കകാലം വരെയും തുടർന്നു. ആ കാലമായപ്പോഴേക്കും സൈക്കിളുകൾ കയറ്റുമതിയും ആരംഭിച്ചു. പക്ഷേ 2ാം ലോക മഹായുദ്ധ കാലത്ത് പൊതുവെ വന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം സൈക്കിളിൻ്റെ ഉൽപ്പാദനവും അതുപോലെ അതിൻ്റെ സെയിൽസും ഒക്കെ ഡൗണായി. അതിന് ശേഷം പക്ഷേ പിന്നീട് അങ്ങോട്ട് സൈക്കിൾസിന് ഉയർച്ച ഉണ്ടായില്ല. പ്രധാനപ്പെട്ട കാരണം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം കാറുകളുടെ ഉപയോഗത്തിൽ വന്ന അമിതമായ വർധനയാണ്. ഏകദേശം ഒരു 25 കൊല്ലത്തോളം ആ ഒരു പ്രവണത തുടർന്നു. 1970കളോടെ ഏറ്റവും അധികം കാറുകൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യമായി തീർന്നു നെതർലാൻഡ്സ്. പക്ഷേ ആ 70കളുടെ തുടക്കത്തിൽ തന്നെ മറ്റു ചില സംഭവവികാസങ്ങളോടെ ഉണ്ടായി. ഒന്നാമത്തെ കാര്യം, ഒരുപാട് ആക്സിഡൻറ്റ്സ്. കാറുകളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് മോട്ടോർ ആക്സിഡൻറ്റുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ മരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ മരിക്കുന്നത് കുട്ടികളാണ്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ കാർ അപകടത്തിൽ മരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അത്തരം ഒരു പ്രവണതയ്ക്ക് മാറ്റം വരുന്ന രീതിയിലുള്ള ചില ജനമുന്നേറ്റങ്ങൾ അവിടെ നടന്നു. അതിൻ്റെ ഫലമായിട്ട് കാറുകളുടെ ഉപയോഗം കുറയ്ക്കാനും സൈക്കിളുകളുടെ പ്രചാരം വർദ്ധിപ്പിക്കാനും ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനാദ്യമായിട്ട് അവർ ചെയ്ത കാര്യം, സൈക്കിളുകൾക്ക് പ്രത്യേക റോഡുകൾ, പ്രധാന റോഡിൻ്റെ വശത്തായിട്ട് സൈക്കിളുകൾക്കായിട്ടുള്ള പ്രത്യേക പാതകൾ. അവിടെ സൈക്കിളല്ലാതെ വേറൊരു വാഹനത്തിന് പ്രവേശിക്കാൻ കഴിയില്ല. അതിൻ്റെ തന്നെ തൊട്ടപ്പുറത്തോട് പിന്നെ നടന്നു പോകാനുള്ള പെഡസ്ട്രിയൻ വാക്കുണ്ട്. അത് കഴിഞ്ഞ് സൈക്കിൾ പാത്ത്. ഈ രീതിയിലുള്ള ഒരു രീതി 1970ഓടെ നെതർലാൻഡ്സിൽ ആരംഭിക്കുന്നു. വീണ്ടും സൈക്കിളിൻ്റെ പ്രചാരം കൂടുന്നു. ഗവൺമെൻറ് ആണെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നു. നമ്മൾ വിചാരിക്കും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗവൺമെൻറ്റിന് എന്താ ലാഭം എന്ന്. കാരണം ബാക്കിയുള്ള വാഹനങ്ങൾ പോലെ ടാക്സ് ലഭിക്കുന്നില്ല സൈക്കിളിൽ നിന്ന് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ഗവൺമെൻറ്റിന് ലാഭം തന്നെയാണ്. ഈയിടെ നടന്ന ഒരു സർവേ അനുസരിച്ച് ഒരു വർഷം $3000 കോടി ലാഭം ചികിത്സാ ചെലവുകളുടെ കാര്യത്തിൽ. അതായത് ജനങ്ങൾ കൂടുതൽ ഈ സൈക്കിൾസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്ന നെതർലാൻഡ്സിൽ കാര്യമായിട്ടില്ല. ജനങ്ങളുടെ ആരോഗ്യനില പൊതുവെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെയും ലോക രാജ്യങ്ങളെ അപേക്ഷിച്ച് നെതർലാൻഡ്സിൽ കൂടുതലാണ്. ഗവൺമെൻറ്റിൻ്റെ ചില ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, പ്രധാനമായിട്ടും എക്സ്പ്രസ് ഹൈവേകളിലും അതുപോലെ ഈ ചില പാലങ്ങളിലും ടണലുകളിലും ഒന്നും സൈക്കിളുകൾക്കും കാൽനട യാത്രക്കാർക്കും പ്രവേശനമില്ല. പക്ഷേ അവിടെ സൈക്കിളുകാർക്ക് വേണ്ടിയുള്ള മറ്റ് ചില സംവിധാനങ്ങൾ ഗവൺമെൻറ് ഒരുക്കുന്നു. അപ്പോൾ സൈക്കിളിൽ അതിൻ്റെ ഒരു വശം വരെ പോകുന്നതിന് അപ്പുറം കിടക്കുന്നതിന് ഈ പാലങ്ങളുടെയൊക്കെ ഭാഗത്ത് ഫെറി ഉണ്ടാവും. ഫെറിയിൽ സൈക്കിൾ കയറ്റുന്നു, അപ്പുറത്തുനിന്ന് പോകുന്നു. ടണലുകളൊക്കെ ആണെങ്കിൽ അവിടെ സ്പെഷ്യൽ ബസ്സുകളുണ്ടാവും. ആ ബസ്സിൻ്റെ അകത്തേക്ക് സൈക്കിൾ കയറ്റി വയ്ക്കുക, അപ്പുറത്തെത്തുക, സൈക്കിൾ എടുത്ത് പോകുക.
അതുകൂടാതെ 2012 അവിടെ നടപ്പിലാക്കിയ മറ്റൊരു ഗംഭീര സംവിധാനമാണ് ഹവൻ റിംഗ് എന്ന ഒരു തൂക്കുപാലം. നെതർലൻഡ്സിലെ പ്രധാനപ്പെട്ട 4 സിറ്റികളുടെ മുകളിൽ കൂടെ കിടക്കുന്ന ഒരു വലിയ ഫ്ലൈ ഓവർ സംവിധാനം. അവിടെ സൈക്കിളുകൾക്കും കാൽനട യാത്രക്കാർക്കും മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് സൈക്കിളുകൾക്ക് വളരെ സേഫായിട്ട് കടന്നു പോകാം. ജനങ്ങൾ സൈക്ലിംഗ് അവരുടെ ഒരു സംസ്കാരമായി തന്നെ മാറ്റുകയാണ്. ഏകദേശം ഒരു 10-12 വയസ്സോടെ കുട്ടികളെല്ലാം സൈക്ലിംഗ് പഠിച്ചിരിക്കും. പിന്നീട് അവരുടെ സ്കൂളിലേക്കുള്ള യാത്രകളെല്ലാം സൈക്കിളിലാണ്. തീരെ ചെറിയ കുട്ടികൾക്ക് ഹെൽമറ്റ് നിർദ്ദേശിക്കുന്നുണ്ട്, നിർബന്ധമാക്കിയിട്ടില്ല. കാരണം തീരെ ചെറിയ കുട്ടികളാകുമ്പോൾ പഠിച്ചു വരുന്ന സമയമായിരിക്കും, അപ്പോൾ വീഴ്ചയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഹെൽമറ്റ് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നുണ്ട്, ഒന്നും നിർബന്ധമല്ല. പിന്നെ അവിടുത്തെ സൈക്കിൾ ട്രാക്കുകളുടെ മറ്റൊരു പ്രത്യേകത, ഒരു മിനിമം സ്പീഡിലേക്കേ പോകാൻ പറ്റുള്ളൂ. 8 മുതൽ 24 km/h വേഗത, അതാണ് സൈക്കിൾ ട്രാക്കുകളുടെ സ്പീഡ് ലിമിറ്റ്. അല്ലാണ്ട് കയ്യിൽ സൈക്കിളുണ്ട് ഇതുകൊണ്ടങ്ങ് റേസിന് പോകുന്ന പോലെ പോകാമെന്നൊന്നും അവിടെ വിചാരിക്കാൻ പറ്റില്ല. ആ രീതിക്കനുസരിച്ച് മാത്രമേ അവിടെ സൈക്കിൾ ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അല്ലാതെ സ്ഥലമുള്ള ഭാഗത്ത് സ്പീഡ് ട്രാക്കുകൾ ഉണ്ടാവും സൈക്കിളിൽ. സാധാരണ വേഗതയിൽ പോകുന്ന സൈക്കിളുകൾക്ക് പോകുന്ന ഒരു ഭാഗവും കൂടുതൽ വേഗതയിൽ പോകുന്നതിനായിട്ട് ഒരു ഭാഗമായിട്ട് 2 ട്രാക്കുകളുള്ള സൈക്കിൾ പാത്തുകളുണ്ടാവും. അവിടെ സ്പീഡ് എടുത്ത് പോകണമെന്നുള്ളവർക്ക് പോവാം. പിന്നെ എല്ലാ ജംഗ്ഷൻസിലും സൈക്കിളിനൊക്കെ പ്രത്യേകം സിഗ്നൽ ഉണ്ടാവും. അവിടെ മോട്ടോർ വാഹനങ്ങൾ നിർത്തിക്കൊടുക്കണം. പിന്നെ ശക്തമായ ചില നിയമങ്ങളുണ്ട്. ഒരു സൈക്കിളും മോട്ടോർ വാഹനവും കൂട്ടിയിടിച്ചാൽ ആ സൈക്കിള് മെയിൻ റോഡിലാണെങ്കിൽ മാത്രമേ സൈക്കിൾ ഓടിക്കുന്ന ആൾ കുറ്റക്കാരനാവുന്നുള്ളൂ. ഒരു സൈക്കിൾ പാത്തിൽ കൂടെ പോകുന്ന ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്ന സൈക്കിളിൽ ഒരു മോട്ടോർ വാഹനം ഇടിച്ചാൽ കുറ്റം എപ്പോഴും മോട്ടോർ വാഹനത്തിന് തന്നെ. ആ രീതിയിലാണ് അവിടെ നിയമമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് കൃത്യമായ നഷ്ടപരിഹാരം നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്യുന്നു. ഇവിടുത്തെ പോലെ MACT പോയി വാദിച്ച് വക്കീലന്മാർക്ക് കമ്മീഷനും കൊടുത്തു വരുന്ന സിസ്റ്റം അല്ല. അല്ലാതെ തന്നെ കൃത്യമായ നഷ്ടപരിഹാരം നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ. നെതർലൻഡ്സിൽ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് സൈക്കിൾ പാർക്കിംഗ്. സൈക്കിളുകൾ പാർക്ക് ചെയ്യാനായിട്ട് വിശാലമായ സ്ഥലങ്ങൾ അവിടെ റോഡുകളുടെ സൈഡിലെല്ലാം ഒരുക്കിയിട്ടുണ്ടാവും. അത് ഫ്രീ ആണ്. കാർ പാർക്ക് ചെയ്യണമെങ്കിൽ ഫീസ് കൊടുക്കണം, സൈക്കിൾ പാർക്ക് ചെയ്യാൻ ഫീ വേണ്ട. പിന്നെ ഈ സൈക്കിൾ പാർക്കിനൊക്കെ അവിടെ ഒരു പ്രത്യേകത, ഒരു പോസ്റ്റ്, ഓരോ സൈക്കിളിനും ഓരോ പോസ്റ്റ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ പോസ്റ്റിൽ ഈ സൈക്കിള് ചെയിൻ ഉപയോഗിച്ച് ലോക്ക് ചെയ്യണം. അതിൻ്റെ പ്രധാന ഉദ്ദേശം സൈക്കിളുകൾക്ക് ഏറ്റവും ഡിമാൻഡായിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ സൈക്കിളുകൾ ഏറ്റവും കൂടുതൽ മോഷണവും പോകുന്ന ഒരു രാജ്യമാണ് നെതർലൻഡ്സ്. അതുകൊണ്ട് നമ്മുടെ സൈക്കിളിലുള്ള ഒരു ചെറിയ ലോക്ക് മാത്രം പോരാ, നല്ല ചങ്ങലയും ശക്തമായ ലോക്കുകളുള്ള സംവിധാനം തന്നെയാണ് അവിടെ സൈക്കിൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മൾട്ടി ലെവൽ സൈക്കിൾ പാർക്കിങ്ങുകളുണ്ട്. പിന്നെ കപ്പലുകൾ, ട്രെയിനുകൾ തുടങ്ങിയ വാഹനങ്ങളിൽ സൈക്കിൾ കയറ്റിക്കൊണ്ട് പോകുന്നതിനുള്ള പ്രത്യേക സംവിധാനമുണ്ട്. ബസ്സുകൾ ചില സ്പെഷ്യൽ ബസ്സുകളിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാത്ത ബസ്സുകളിൽ ഫോൾഡ് ചെയ്യുന്ന തരം സൈക്കിളുകൾ, ആ സൈക്കിളുകൾ കൊണ്ടുപോകുള്ളൂ. സാധാരണ രീതിയിലുള്ള സൈക്കിൾ കൊണ്ടുപോകില്ല. കപ്പൽ, ട്രെയിന്, ബോട്ട് അങ്ങനെയുള്ള വാഹനങ്ങളിൽ എല്ലാ സൈക്കിൾസും കയറ്റിക്കൊണ്ടുപോകും. അപ്പോൾ ലോങ് ഒക്കെ യാത്ര ചെയ്യുന്നവർ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. അവിടെ ചെന്ന് അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് അവർ വാഹനത്തിൽ നിന്ന് സൈക്കിൾ എടുക്കുന്നു, പോകുന്നു എന്നുള്ള ഒരു സിസ്റ്റം. സൈക്കിൾ വ്യവസായത്തോടൊപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വൻ വ്യവസായമാണ് ഈ സൈക്കിളുകളിൽ അറ്റാച്ച് ചെയ്യാവുന്ന വിവിധ തരം ബാസ്ക്കറ്റുകൾ. അത് ചൂരിലുകൊണ്ടും ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചും എല്ലാം നിർമ്മിക്കുന്ന പലതരം ബാസ്ക്കറ്റുകൾ. അതൊരു വൻ വ്യവസായമാണ് നെതർലൻഡ്സ്. അങ്ങോട്ട് പോകണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ കഴിച്ചു കൂട്ടാനാണ് യോഗമെന്ന് മാത്രം. അവിടുത്തെ മറ്റൊരു പ്രത്യേകത, ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് അവിടെയുള്ള സൈക്കിളുകളുടെ എണ്ണം. ഈ 2024 കണക്ക് പ്രകാരം ആകെ ജനസംഖ്യയുടെ 1.8 മടങ്ങാണ് അവിടുത്തെ സൈക്കിളുകളുടെ എണ്ണം. 2024 നടന്ന മറ്റൊരു സർവേ പ്രകാരം 46% ജനങ്ങളും സൈക്കിളിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു. 36% ജനങ്ങൾ കാറുകളിൽ സഞ്ചരിക്കാനും 11% ജനങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സഞ്ചരിക്കാനും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രിഫർ ചെയ്യുന്ന യാത്രാ മാധ്യമം തന്നെ നെതർലൻഡ്സിലെ സൈക്കിളാണ്. സൈക്ലിങ്ങിൻ്റെ മറ്റൊരു ഗുണമാണ് 1970 കണക്കനുസരിച്ച് ഒരു വർഷം റോഡ് ആക്സിഡൻറ്റുകൾ 6500 മരണമായിരുന്നു.
കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം അത് വെറും 800 ചുരുങ്ങി. അതിൽ തന്നെ സൈക്കിൾ യാത്രക്കാരുടെ മരണം 130 ചുരുങ്ങി. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ റോഡ് ആക്സിഡൻറ്റ് മരണനിരക്ക് നിലവിലുള്ള ഒരു രാജ്യമാണ് നെതർലൻഡ്സ്. പ്രധാനപ്പെട്ട പബ്ലിക് പ്ലേസസിലൊക്കെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ സൈക്കിള് വാടകയ്ക്ക് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അവിടെ ചെല്ലുക, നമ്മൾ സൈക്കിൾ എടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് കൊണ്ടുപോകാം, തിരിച്ചവിടെ തന്നെ കൊണ്ടുകൊടുത്ത് അതിനുള്ളൊരു ചെറിയ വാടകയും കൊടുത്തിട്ട് പോകാം. നമ്മുടെ നാട്ടിലും ചില സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ തുടങ്ങിയിരുന്നു. കൊച്ചി മെട്രോയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ നിന്നു. അവിടെ അങ്ങനെയല്ല, ഇതൊക്കെ ഓരോ ദിവസവും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നെതർലൻഡ്സിൽ സൈക്കിൾ വ്യവസായത്തിന് തുടക്കം കുറിച്ചത് സിംപ്ലക്സ് കമ്പനിയാണ്. അത് 1887 തുടങ്ങി. ആദ്യകാലങ്ങളിൽ സൈക്കിൾസ് ഇമ്പോർട്ട് ചെയ്തു, പിന്നീട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ 1970കളിൽ കാറുകളുടെ വളർച്ചയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സിംപ്ലക്സ് കമ്പനിക്കായില്ല. അങ്ങനെ 1971 കമ്പനി അടച്ചുപൂട്ടി. അധികം വൈകാതെ മറ്റൊരു വൻകിട സൈക്കിൾ നിർമ്മാണ കമ്പനിയായ റോയൽ ഡച്ച് ഗസൽ എന്ന കമ്പനി സിംപ്ലക്സ് കമ്പനിയെ ഏറ്റെടുക്കുന്നു. ഈ റോയൽ ഡച്ച് ഗസൽ 1892 സൈക്കിൾ നിർമ്മാണം ആരംഭിച്ച ഒരു കമ്പനിയാണ്. അത് ഒരു വർഷം 3 ലക്ഷം സൈക്കിൾസ് എന്നുള്ള നിലയിലേക്ക് വളർന്നു. അത് നല്ല രീതിയിൽ തന്നെ വളരെ കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, സൈക്കിളുകളിൽ ചില പ്രത്യേക രീതിയിലുള്ള സൈക്കിൾസൊക്കെ നെതർലൻഡ്സിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത് റോയൽ ഗസൽ കമ്പനിയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു 1935 ആരംഭിച്ച ടാൻഡം സൈക്കിൾസ്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചവിട്ടിക്കൊണ്ട് പോകുന്ന തരം സൈക്കിൾ. ഇപ്പോൾ നമുക്ക് ഈ കൊടൈക്കനാൽ പോലുള്ള ചില ടൂറിസ്റ്റ് പ്ലേസുകളിൽ കാണാം. പിന്നെ അതുകൂടാതെ ഫോൾഡിംഗ് ബൈസിക്കിൾ, അതാദ്യമായിട്ട് നെതർലൻഡ്സിൽ അവതരിപ്പിച്ചത് ഗസൽ കമ്പനിയാണ്. 2011 TA റാലി ഗ്രൂപ്പിൻ്റെ റാലി ഒഴിച്ചുള്ള ഭാഗം വിഴുങ്ങിയ പൊൻ ഹോൾഡിങ്സ് റോയൽ ഗസൽ കമ്പനി ഏറ്റെടുത്തു. ഇന്നത്തെ നെതർലൻഡ്സിൻ്റെ സൈക്കിൾ നിർമ്മാണം നോക്കുകയാണെങ്കിൽ പ്രധാനമായും 2 വൻകിട കമ്പനികളാണ് അവിടെ. ഒന്ന് ഈ പൊൻ ഹോൾഡിങ്സും പിന്നെ റാലിയുടെ ഓണറായ എക്സൽ ഗ്രൂപ്പും. അവരൊക്കെ ഒരുപാട് ചെറിയ കമ്പനികളൊക്കെ ഏറ്റെടുത്ത് വൻകിട ഉൽപ്പാദനം നടത്തി മാർക്കറ്റ് ഭീമന്മാരായിരിക്കുകയാണ്. 2012 റാലി സൈക്കിൾസ് ഏറ്റെടുത്ത എക്സൽ ഗ്രൂപ്പ് ചില മാർക്കറ്റ് സ്റ്റഡീസൊക്കെ നടത്തി തീരുമാനമെടുത്തൊരു കാര്യമാണ്, റാലിയുടെ യൂറോപ്പിലെ പ്രൊഡക്ഷൻ മുഴുവൻ അവസാനിപ്പിച്ചു. യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ എല്ലാം അവസാനിപ്പിച്ചു. പകരം ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ യൂണിറ്റ് ലേബർ കോസ്റ്റ് കുറവുള്ള വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മാറ്റി. അവിടെ നിർമ്മിക്കപ്പെടുന്ന സൈക്കിളുകളുടെ എക്സ്പോർട്ടിങ് മാത്രമാണ് ഇതിൻ്റെയൊക്കെ ഹെഡ് ഓഫീസിൽ UK-യിലായാലും നെതർലൻഡ്സിലായാലും ഇപ്പോൾ ചെയ്യുന്ന. റാലി മാത്രമല്ല, പല യൂറോപ്യൻ സൈക്കിൾ കമ്പനികളും ഇപ്പോൾ ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 135 വർഷമായും ഒരിക്കലും ഓണർഷിപ്പ് മാറാതെ സൈക്കിൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. ആ കമ്പനിയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം.